ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മിസായ എന്ന നാടകം വിവാദമായ വിഷയത്തിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന നേതാക്കൾ. നാടകത്തിന്റെ ചില ദൃശ്യങ്ങൾ മാത്രം പങ്കുവച്ച് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമങ്ങൾ ഉണ്ടായതെന്നും നാളെ പൊതുസമ്മേളന വേദിയിൽ നാടകം വീണ്ടും അവതരിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. 16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഫ്ലോട്ടിംഗ് തിയേറ്ററാണ് മിസ എന്ന നാടകം അവതരിപ്പിച്ചത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു ജനത അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ നേർസാക്ഷ്യമാണ് മിസ എന്ന നാടകം. എഴുത്തുകാരിയും നാടകപ്രവർത്തകയുമായ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതമാണ് നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നായിക നേരിടുന്ന പീഡനത്തിന്റെ ചില ഭാഗങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാണ് ഇടതുവിരുദ്ധരായ സംഘപരിവാറും കോൺഗ്രസും മുസ്ലിം ലീഗും നാടകത്തെയും ഡിവൈഎഫ്ഐയെയും അപകീർത്തിപ്പെടുത്തുന്നത്. ചരിത്രം പരിശോധിക്കാതെ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സംസ്ഥാന നേതാക്കളായ വി.കെ. സനോജും വി. വസീഫും പറഞ്ഞു. ആ നാടകത്തിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ച ചില പ്രത്യേക ദൃശ്യങ്ങൾ മാത്രം വെട്ടിയെടുത്ത് പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഡിവൈഎഫ്ഐക്കെതിരായിട്ടുള്ള ഒരു അപവാദ പ്രചരണമായി മാറ്റിയിരിക്കുകയാണ്. അപ്പം അതിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് ആദ്യമേ പറയാനുള്ളത്. നിയമ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, ആ നാടകം ഞങ്ങളുടെ പൊതുസമ്മേളന വേദിയിൽ നാളെ പ്രദർശിപ്പിക്കും എന്നുകൂടി ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയാണ്. ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട പ്രസക്തമായ ഈ കാലഘട്ടത്തിൽ ഒരു ആവിഷ്കാരത്തെ എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കളാണ് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത്. അതേസമയം നാടകം വീണ്ടും നാളെ നടക്കുന്ന പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിക്കും. മിസ എന്ന നാടകം രാജ്യത്തെ ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ് പറയുന്നതെന്ന് തിയേറ്റർ ആർട്ടിസ്റ്റായ ചിന്നൂസ് ചിലങ്ക പറഞ്ഞു. മിസ എന്ന നാടകം ആരെയാണോ ബാധിക്കുക അവർക്ക് നന്നായി മുറിവേറ്റിട്ടുള്ളതായും ചിന്നൂസ് ചിലങ്ക പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.